വന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ ഒന്നുകൂടെ ഓക്കെ മനസ്സിലായി. കോഴിക്കോട് നിന്ന് വന്ന മൻസൂർ അല്ലേ? പേര് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, കോഴിക്കോട് നിന്ന് വന്ന ആളാണ്. കണ്ടത് സന്തോഷം. ഓക്കെ, ഈ കോഴിക്കോട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Anymore, I might just break all the heartache, 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 all the heartache. സന്തോഷം എവിടുന്ന് വരുന്നേ? റാന്നി. രണ്ടുപേരും റാന്നി കൂട്ടുകാരാ? അങ്കിളാണ്. ഓക്കെ ഓക്കെ, നമ്മളെ കാണാൻ വന്നാ അല്ലേ? അപ്പൊ ഞാൻ ആംപ്ലിഫയർ വെച്ച് കേൾപ്പിക്കാം. സൗണ്ട് പ്രേമിയ. ഓക്കെ, ആ JBL സബ് തരാം. ഉണ്ട്, JBL സബ് ഉണ്ട്. ഇപ്പോൾ വില 9400 വരും. JBL സബ് വേണോ? പെട്ടി വേണേൽ പെട്ടിയും സെറ്റ് ചെയ്ത് തരാം. റൗണ്ട് വേണേൽ റൗണ്ട് പെട്ടിയുണ്ട്, സ്ക്വയർ വേണേൽ സ്ക്വയറും ഉണ്ട്. ഡിക്കി വെക്കാനേ പറ്റുള്ളൂ. റൗണ്ട് ചെയ്യുമായിരിക്കും വണ്ടിയെ സൗകര്യം, എടുത്ത് പുറത്തോട്ടൊക്കെ ഇടാനും വല്ലതൊക്കെ വെക്കാനും ഒക്കെ. ഇപ്പം ചെയ്ത് വേണം? ഇപ്പം ചെയ്ത് തരും. ഇപ്പം ചെയ്ത് അല്ല, അതുകൊണ്ടേ കണക്ട് ചെയ്താൽ മതി. ഊഫർ വെച്ച് പെട്ടിക്കകത്താക്കി വയറ് പുറത്തേക്ക് ഇട്ട് തരാം. നേരെ കൊണ്ട് ആമ്പലോട്ട് കൊടുത്താൽ മതി. ഇത് ഒറിജിനൽ ഊഫറാന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. വണ്ടി കൊണ്ടുവന്നാൽ ഞങ്ങളിവിടെ ചെയ്യല. ഞങ്ങളിവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേണമെങ്കിൽ അറേഞ്ച് ചെയ്യിച്ചു തരാം. ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വണ്ടിയായിട്ട് വന്ന് ചെയ്യുന്നതാണല്ല. നിങ്ങൾ അവിടെ കൊണ്ടേ കണക്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഈ സബ് ഊഫർ കേട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് വയറ് പുറത്തേക്ക് ഇട്ട് തരാം. അതിനായിട്ട് ഇനി വരണമെന്നില്ല. കാരണം ഈ JBL ഒന്നും ഇനി അല്ല ഞാൻ പറഞ്ഞ വേണേ ഈ JBL ആണേലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത് എപ്പോൾ വരുമെന്ന് പറയത്തില്ല. അതാണ് അവസ്ഥ. അത് നമുക്കറിയാം. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന എല്ലാ സാധനത്തിനും ഇച്ചിരി പ്രശ്നമാണ്, ചില എല്ലാം നല്ല പ്രശ്നം. കാരണം ഗവൺമെൻറ് പറയുന്നത് ഗ്യാസോ ഇതൊക്കെ ചെയ്യട്ടെ. ഇതിപ്പോൾ ഡോളർ ഭയങ്കരമായിട്ട് പൊട്ടി പരണപ്പൊടിയായിപ്പോയില്ലേ. അതായത് 80 കിടന്ന സാധനം ഇപ്പോൾ 95 അത് വലിയൊരു വിഷയമാണ്. മോനെ ഒരെണ്ണം എടുത്തോ, മോനെ ഒരു റൗണ്ട് പെട്ടി എടുത്തുണ്ടോ? ഇപ്പം തന്നെ ചെയ്ത് തന്നേക്കാം. ഇത് ഞാനയച്ചോ? ഇതിൻ്റെ കാറ്റലോഗ്, പിന്നെ JBLൻ്റെ ഇത് വാറണ്ടി പേപ്പർ ഇതിനകത്തുണ്ട്. ഇവിടെ എവിടെയാണ് വരുന്നതെന്ന് നോക്കട്ടെ. കിട്ടും. ആണ് വാറണ്ടി പേപ്പർ. ഇത് മാറ്റിക്കുവാനേ. ഡ്യൂപ്ലിക്കേറ്റും വരുന്നത് JBL ആണ്. നോക്കി കണ്ട് മേടിച്ചില്ല പണി കിട്ടും JBL. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കാനെന്നുള്ളത്
ഇതുണ്ടോ ഈ ഹർമൻ ഗാർഡിൻ്റെ ഇതേ നോക്കിയാൽ അതിൻ്റെ ആ ഗ്ലേസിങ് ഇതൊന്നും ഒന്ന് കാണിച്ച പോലെ ഇതിൻ്റെ ആ എഴുത്തൊക്കെ ഉണ്ടോ ഒരു ജെന്യൂൻ എന്ന് കണ്ടോ ഹർമൻ ജെന്യൂൻ അതെന്തായാലും ആട്ടെ. മെയിനായിട്ടുള്ളത് ഹർമൻ്റെ വാറണ്ടി പേപ്പറാണ്. ഇതും കണ്ടോ ഇതേലും ഇവരുടെ ഇതുണ്ടോ ആ സ്റ്റിക്കർ അത് ഒറിജിനൽ അത് തിളങ്ങും, മറ്റേ തിളങ്ങാന. പിന്നെ അതിൻ്റെ എല്ലാം ഉപരി ഇതേൽ സീരിയൽ നമ്പർ സെയിം ആണോ നോക്കിയാൽ മനസ്സിലായില്ലേ? സീരിയൽ നമ്പരും വാറണ്ടി പേപ്പറിലെ നമ്പരും സെറ്റിലെ നമ്പരും ഒന്നായിരിക്കണം. മറ്റേ ഇതുപോലെ ഒരു പേപ്പറൊക്കെ അടിച്ച് തരും, പക്ഷേ മാത്രമേ ഉള്ളൂ ഇന്ന് തട്ടിപ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഒത്തിരി. അതിൻ്റെ പേരിൽ എനിക്ക് ഭീഷണി വരുന്നുണ്ട്, എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്, എന്നെ കത്തിച്ച് കളയേണ്ട കട കത്തിക്കുമെന്ന് പറയുന്നുണ്ട്, നീ ഒറിജിനൽ JBL വിറ്റാൽ നിന്നെ കൊന്നു കളയുമെന്നും പറയുന്നുണ്ട്. അതിന് പറഞ്ഞില്ല എന്ന് വേണ്ട, 8 നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് മാസത്തിൽ ഒരു 15 ദിവസം ഇടവിട്ട. ആ നമ്പർ ഞാൻ പോലീസ് കൊടുത്തിട്ടുണ്ട്. അത് താമസിക്കാൻ അവനെ പൊക്കുന്നതായിരിക്കും. ആ എന്നിട്ട് പാവം മനുഷ്യര് JBL ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ട് പറയൂ JBL പഴയ പോലെ കൊള്ളത്തില്ല. ആ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റാ. എന്നാ ചെയ്യുന്നു മോനെ? അത് വെറും അത് കഴിഞ്ഞു. ആ ടെക്നോളജി അത് നമുക്ക് ഉള്ളായിരുന്നു. ഇത് ഇതിൻ്റെ മേളിൽ പറക്കാൻ വേണ്ടി സോണി 20 വർഷമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഈ വർഷം ലോഞ്ച് ചെയ്യുവാണ്. 20 വർഷമായത് 5 വർഷം മുമ്പ് ഞാൻ കണ്ട, അല്ല 15 വർഷം മുമ്പ് ഞാൻ കണ്ടായത്. അന്ന് 15 ഇഞ്ചേ ഉള്ളായിരുന്നു. അത് മാറി ഇന്നിപ്പോൾ 50. ഇത് ബോസിൻ്റെ 2 സ്പീക്കർ, 2, 4, 6, 8 സ്പീക്കർ, 2, 4, 6, 8 സ്പീക്കർ. 8 സ്പീക്കറും പോയതായിരുന്നു. ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് എടുക്കുവാണ്. ഈ ബോസിൻ്റെ സ്പീക്കറിനകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. സാധാരണ സ്പീക്കർ, ഇച്ചിരി മാഗ്നറ്റ് വലിയ സ്പീക്കറെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ബാസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നല്ല ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു നല്ല സ്പീക്കറാണെന്ന് മാത്രം. ഇപ്പോൾ 2 നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി 6 ഇപ്പോൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ശരിയായതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്പം കേൾപ്പിച്ചു. അപ്പോൾ ഇതും കൂടെ നമുക്ക് ശരിയാക്കണം. ഇത് കണ്ടോ, ഇത് എത്ര സാധനമുണ്ട്, ഹെവി മാഗ്നറ്റാണ്. നമുക്ക് റെഡിയാക്കി കഴിഞ്ഞ് ബാക്കി കാണിക്കാം. ബോസ് ഓക്കെ സാർ. നമ്മുടെ സ്റ്റിക്കർ ഇങ്ങനെ തിരിച്ച് മേരി മെക്സിക്കോ ആണ്. മെക്സിക്കോ സ്റ്റിക്കർ പ്രശ്നം എന്താ? എല്ലാം ചെക്ക് ചെയ്തു ഒന്നും പിടിക്കുന്നത് 11.01. ഇത് മാറ്റിക്കോ, ഇത് അടച്ച് മാറ്റിക്കോ, അത് പാടിച്ച് നോക്കിയിട്ട് മാറ്റിക്കോ. ഇതാണ് ശരി. ബാക്കിയല്ല എല്ലാം അഴിച്ചെടുത്തോ. പെട്ടെന്ന് എന്നാൽ പിന്നെ അത് നന്നാക്കട്ടെ. പാലിൽ പോകാം. അത് നഷ്ടമാണ്. 15,000 രൂപയെങ്കിലും ആവും. വേറെ ടീം മേടിക്കണം കേട്ടോ. ഇതാ വളരെ സുഖം. ഇത് വലിയ വിലയുള്ള സാധനമല്ല. നീ എടുത്തേയില്ലായിരുന്നു ഒട്ടും. ഇത് ജീവൻ സാറ് ദിൽഖ സംഗീതത്തിന്റെ ഒരാളാണ്, പാട്ടുകാരൻ. അദ്ദേഹത്തിന്റെ കേരളത്തിലാണ് അങ്ങനത്തെ പാട്ടുകാരല്ല, പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി. സാറക്കാരനുണ്ട്. നമ്മൾ ആ പാട്ടിൽ ഇന്ന ഇൻസ്ട്രുമെന്റ് കേട്ടില്ലെങ്കിൽ അത് അറിയാൻ പറ്റും. ഓരോ സെറ്റിൽ തന്നെ തിരിച്ചറിയുന്നില്ല. ആ സെറ്റിൽ പെർഫോമൻസ് പോരാ, ആ ശബ്ദം കയറി വരുന്നില്ല. അതുകൊണ്ട് വലിയ ചുറ്റാ. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പാട്ട് ചെയ്ത പാട്ടങ്ങ് ആസ്വദിക്കും. പക്ഷെ പുള്ളി അങ്ങനെയല്ല, പാട്ടിലാ കേൾക്കേണ്ട ഇൻസ്ട്രുമെന്റ് വന്നില്ലെങ്കിൽ
തിരിച്ചറിയാൻ പറ്റും. അത് ഇപ്പോഴത്തെ പാട്ട് ഭാവിയിൽ വരുവാനൊന്നും അറിയത്തില്ല. അല്ലാതെ ആ സെറ്റിന്റെ പെർഫോമൻസ് തിരിച്ചറിയാൻ എങ്ങനെയാ? അപ്പൊ രണ്ടുപേരും കണ്ട് സന്തോഷം വന്നത് സന്തോഷം. ഓക്കെ, നല്ല പേരെങ്ങനെ? ജീവൻ ദിൻകർ. ഓക്കെ. അപ്പൊ ഈ പിന്നെ രണ്ടുപേരും ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുക. 35,000 രൂപയുടെ സാധനം ചെയ്തു. പക്ഷെ പുള്ളി 20-ാം തീയതി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നത് ഓണൊക്കെ ഉണ്ട് അവരൊക്കെ പോകുമ്പോൾ. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ മിക്കവാറും ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഞാൻ പറയും. അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം ഭാര്യ കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ വീട്ടിൽ നിന്നും ചിലപ്പോൾ ഇറക്കി. എനിക്ക് വളരെ സഹതാപം തോന്നി. അങ്ങനെ മനസ്സിലായില്ല ആ പുള്ളിയുടെ അവസ്ഥ കണ്ടിട്ട്. പുള്ളി ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതെന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ അടുത്ത പ്രാവശ്യം വരുമ്പോ എടുത്തോണ്ട് വരാം. മടുത്തിരിക്കുക. അപ്പൊ അവര് പാസ്റ്ററുടെ പേരെന്നാ? എന്റെ പേര് റോബി ജോസഫ്. റോബി അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ എത്ര പേര് വരുന്നുണ്ട്? തുടങ്ങിയതോളൂ അല്ലേ? ഏറ്റവും മേളത്തെ നിലയിലാണോ? ആദ്യത്തെ നിലയിലാണ്. മറ്റവരെ മേളത്തെ നിലയിലോട്ട് വിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഭക്ഷണമാണോ നിർത്തിക്കും? അതെ അതെ അതെ, പേടിക്കണ്ട. അത് ചോദിച്ചാലേ. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങൾ വല്ലപ്പോഴൊക്കെ അല്ല ഇനി വരുള്ളൂ. നിങ്ങളുടെ റെഗുലർ വരുന്ന ആൾക്കാരല്ലല്ലോ. ഇൻചാർജ് പുള്ളിയാ അല്ലേ? ജോയിട്ടോണിന്റെ ഒരു സ്പീക്കർ അതൊന്നുമില്ല. ഒരാൾ ഇവിടെ വന്നിട്ടേ പുള്ളി ഇങ്ങനെ ഇത് ഇവിടെ വെച്ചു പതറെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ലൈഫ് കയറിയിരിക്കുക. അപ്പോൾ ഈ കോപ്പി ഞാൻ മേടിച്ചിട്ട് എനിക്കൊട്ടും ഉപയോഗമൊന്നുമില്ല, എനിക്ക് വേറൊന്നും തരാൻ പറഞ്ഞു. ഞാൻ വേറൊരു സ്പീക്കർ കൊടുത്തു. അപ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് ഞാൻ തിരിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത് വേണ്ട, ഇവിടെ ഞാൻ മറ്റത്തോട്ട് കളഞ്ഞേക്കാന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ആലോചിച്ചു. എന്നെ അങ്ങനെ പറഞ്ഞു. സാറന്മാർ പൊതുവെ അങ്ങനെ പറയുന്നല്ല. അപ്പോൾ ഞാനതൊന്ന് ഇടയ്ക്ക് നോക്കിയപ്പോഴും അതിൻ്റെ അകത്തെ ആ പോരായ്മകൾ കണ്ടപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ടൊയറ്റൊന്നും നമുക്ക് പരിചയമില്ല സാധനമൊന്നുമല്ല. ഞാൻ പണ്ട് തൊട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള. പക്ഷെ അവിടെ നിന്ന് ഉയർന്നിട്ടില്ല. അന്നത്തെ ആ 25 കൊല്ലം മുമ്പുള്ള ആ ഒരു ഇതിൽ തന്നെ അങ്ങ് പോകും. അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് ഞാൻ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, അത് റീച്ചായത്. പിന്നെ തെരു പറഞ്ഞവന്മാരുണ്ട്. അല്ല, അവര് കൂടുതൽ കാണുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക്, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാണ്. അതായത് യൂട്യൂബിൽ നമുക്ക് 1 ലക്ഷം ആകുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ 1 ലക്ഷമായി. യൂട്യൂബ് ഇട്ടിട്ട് 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇട്ടത് ഫേസ്ബുക്കില്. ഭയങ്കര ആൾക്കാരുണ്ട്. അപ്പൊ കൂടുതൽ റീച്ച് വരുമ്പോ കൂടുതൽ തെറി വരും. മനസ്സിലായോ? പല സൈസ് ആൾക്കാരല്ലേ. നമ്മൾ അതിനൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാ അതിനെ നേരെ കാണും. അതല്ലേ പറഞ്ഞു. ആട് കരയുന്ന കേട്ട് സിംഹം പേടിക്കാറുണ്ടോ? ആട് കരയും അവിടെ നിന്ന്. സിംഹം പേടിക്കേണ്ട കാര്യമില്ല. സിംഹത്തിൻ്റെതായ വഴിക്ക് പോകും. നമ്മളെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അവര് നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടതുകൊണ്ടാണ് കുറ്റം പറയാൻ വന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു രസം ഉണ്ടായി. അപ്പൊ ഒരു ബോക്സ് ഇങ്ങനെ തുറന്നു പോയത് ഞങ്ങൾ പശയിട്ട് ചെയ്തപ്പോഴേ, അങ്ങനെയല്ല, പശ സൈഡിൽ കൂടി ഇട്ടാ പിന്നെ തുറക്കാൻ പറ്റിയാലെന്നൊക്കെ ഇത് പുള്ളി വാച്ച് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് മനസ്സിലായ നടുക്ക് മാത്രമേ തുറക്കുന്നുള്ളൂ. എഡ്ജ് മുഴുവൻ ബോർഡർ മാത്രം പോലും കാണാതെ അഭിപ്രായം പറയുന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് ചിരിയും കൂടെ വന്നു. അത് വളരെ എസ്സേ പോലെ എഴുതിയിരിക്കുകയാണ്. താങ്കൾ അങ്ങനെയല്ല പശ ഇടേണ്ടിരുന്ന, അതിന്റെ സൈഡിൽ കൂടെ മറ്റേ ഫെവിക്കോൾ വെച്ച് മറ്റേ ഇത് ചെയ്തിട്ട് മറ്റേ പാട് ഇടണമായിരുന്നു. അല്ലെങ്കിൽ ഇനി തുറക്കുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോകും. തുറക്കുന്ന അവളും തുറക്കേണ്ട ഭാഗമല്ല, തുറക്കേണ്ട ഭാഗം നടുക്ക, മെറ്റിലിരിക്കുന്ന ഭാഗം. അപ്പൊ ഇത് തുറക്കേണ്ട ഭാഗമാണെന്ന് പുള്ളി തെറ്റിദ്ധരിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അവര് നോക്കുമ്പോൾ അവരാ വീഡിയോ കാണുമ്പോൾ അവർക്ക് കിട്ടിയ മെസ്സേജ് അതായിരിക്കും. നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. പറയുന്നവര് പറയട്ടെ. പിന്നെ ഓരോ മനുഷ്യർക്കും ഓരോ ഇച്ചിരി കേട്ടോ മോനെ,
ഓരോ ചിന്താഗതിയും മറ്റെങ്കിലും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഒരാള് ഒരു വീഡിയോ കാണാൻ ഞാൻ നെഗറ്റീവായിട്ടൊരു കമന്റ് ഞാൻ പൊതുവെ ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല. അത് അയാളുടെ ഇഷ്ടം, അയാൾ ചെയ്യട്ടെ, നമുക്ക് ഇഷ്ടമില്ല കാണണ്ട, അത്രേ ഉള്ളൂ. ചേട്ടാ ഇന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഉള്ള വീഡിയോ കമന്റ് അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഞാൻ ഇന്നലെ ഒരുത്തന് കാക്കു കൂട്ടി തെറി വിട്ടവന്റെ അവന്റെ സൈറ്റ് ഞാൻ തുറന്നപ്പോ അവന്റെ 3 വയസ്സുള്ള കൊച്ചും 5 വയസ്സുള്ള മോളും അവന്റെ ബമ്പർ നോക്കി അപ്പന്റെ എല്ലാം ഫോട്ടോ വെച്ച സൈറ്റിനകത്ത് കയറി ഇരുന്ന് അവൻ കാക്കു കൂട്ടി തെറി വിളിക്കും. അപ്പൊ അത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ അവരോടൊരു സഹതാപം തോന്നി. അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. നമ്മള് കമന്റ് ചെയ്യാം, മറ്റുള്ളവരെ നമുക്ക് വിമർശിക്കാം, കുറ്റം പറയാം. നമ്മുടെ രാജ്യം അങ്ങനെ നമുക്ക് ജനാധിപത്യ രാജ്യമാണ്, പ്രധാനമന്ത്രിയെ വരെ വേണേലും കുറ്റം പറയാം. പക്ഷെ നമ്മൾ ആ കമന്റ് ചെയ്യുമ്പോൾ അത് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാർ കൂടെ നടക്കണം, നമ്മുടെ മക്കൾക്ക് നടക്കണം, നമ്മളെ ഇതുവർക്ക് നടക്കണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ അവരോട് സഹതാപം തോന്നും. ഇവനപ്പ ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ എന്തുമാത്രം പീഡിപ്പിക്കുന്നതാണ്. ഇവന് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുമ്പോൾ എന്നും കാണുന്ന ഭാര്യയോടും പിള്ളേരോടും എന്തുമാത്രം നീചമായിട്ടായിരിക്കും ഇവൻ പെരുമാറുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് അവരോട് സഹതാപം തോന്നി. എന്നെ ഇവൻ തെറി വിളിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അവന്റെ സംസ്കാരം എല്ലാം അവനെ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഉള്ളൂ, ആട് കരഞ്ഞോണ്ടിരിക്കും, അത് കണ്ട് സിംഹം പേടിക്കേണ്ടതില്ല, നമ്മൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കും. കാരണം ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിത്വമല്ല എൻ്റേത്. ഞാൻ 16ാമത്തെ വയസ്സ് തൊട്ട് ഈ കട തുടങ്ങി സകലമാന ആൾക്കാരെ ഞാൻ കണ്ടോനാവും. കോടീശ്വരൻ, അതായത് 2000, 3000, 4000 ഏക്കറുള്ള മുതലാളിമാരുള്ള സ്ഥലം ഈ കാഞ്ഞിരപ്പള്ളി. ആ ഒരു ലെവലിലുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും താഴേക്കാരുള്ള സാധാരണക്കാരനെ വരെ നമ്മൾ കണ്ടിട്ട് അവിടെ കടയായിട്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്നറിയാം. ഇപ്പൊ എനിക്ക് പലരുടെയും ഫോൺ എടുക്കാൻ, ഇപ്പൊ കണ്ടു ഫോൺ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മാനുഷികമായ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമേ ഞാൻ ആൾക്കാരോട് സംസാരിക്കാറും ഫോൺ എടുക്കാതിരിക്കാവുള്ളൂ. ഇപ്പം നമ്മൾ കൊടുത്ത ഒരു സർവീസ് എന്തെങ്കിലും പ്രശ്നമുണ്ട് അന്നേരം ക്യാൻസൽ ചെയ്ത് നമ്മൾ വിടും. നമുക്ക് അങ്ങനെ ആരുടെ 5 പൈസയൊന്നും വേണ്ട, പറഞ്ഞ മനസ്സിലായി. ആ ഒരു നിലപാടിൽ പോകുന്ന ആൾക്കാരെ നിങ്ങളെക്കാളും പാർശ്വന്മാരാണോ, നിങ്ങൾക്കറിയാലോ. സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഉണ്ടാക്കിക്കൊണ്ട് വല്ല പ്രയോജനം മനസ്സിലായില്ലേ? മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കിയതെല്ലാം മണ്ടത്തരമല്ലേ? ഇതിവിടെ നമ്മുടെ മക്കൾക്ക് പോലും കിട്ടണമെന്നില്ല. ചിലപ്പോൾ ബാങ്കും കൊണ്ടുപോകും, വേറെ ആരെങ്കിലും അതുപോലും മനസ്സിലാക്കാതെ ആൾക്കാർ കാണിക്കുന്ന ഓരോ പരിപാടി മാത്രം പറയുന്ന മനുഷ്യരെ ഞാൻ ഇപ്പൊ കാണുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പണ്ട് ആളുകൾ പറയും അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം. അതുപോലെ എന്ത് നല്ലത് ചെയ്താലും എന്ത് ചെയ്താലും പറയാൻ 2 ആളുണ്ടോ. അതിനകത്തൊരു ശരിക്കും ഒരു എന്ത് കാര്യത്തിനും അതിന്റെ ഒരു സത്യം ഒന്നേ ഉള്ളൂ. രണ്ടാമതൊരു സത്യം ഇല്ല. രണ്ടാമത്തെ നുണ മാത്രമേ ഉള്ളൂ. ഈ സത്യം മാത്രമേ വിജയിക്കുള്ളൂ. ഈ നുണയും പരിപാടി ഒന്നും വിജയിക്കില്ല. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം പരിപാടിയൊക്കെ. നമ്മളങ്ങനെ പോകത്തുള്ളൂ. ചേട്ടൻ ഇന്ന് പറഞ്ഞ ആ കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അപ്പോഴാണ് ഓർപ്പിച്ചത്. കാരണം എന്റെ ഇതില് എന്റെ ഫാമിലി ഫോട്ടോ, ഞാൻ എന്റെ വൈഫും കുഞ്ഞുങ്ങളുള്ള ഫോട്ടോ കിടക്കുന്നത്. അപ്പൊ ഞാനൊരു ബാഡ് കമന്റ് ഇട്ടാല് അവരെയും കൂടെ അത് ഇത് ചെയ്യും. തീർച്ചയായും ആൾക്കാർ നോക്കും. ഇന്നലെ എന്റെ വന്ന ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ബോസിന്റെ സ്പീക്കറുമായിട്ട് വന്നു. അപ്പൊ ഞങ്ങളൊരു 3 ബോസിന്റെ സ്പീക്കർ ഒന്നിപ്പിച്ച് ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കി കൊടുത്തത്. അവർ അമേരിക്കയിൽ നിന്ന് പുള്ളി 3 എണ്ണം കൊണ്ടുവന്നു. നല്ല വർക്ക് ചെയ്യാം, പാർട്ടി ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങൾ സെറ്റപ്പ് ആക്കി കൊടുത്തത്. അപ്പൊ അത് കണ്ടിട്ട് അതേ സെയിം സാധനം ഉള്ള ഒരാളാണ് ഇന്നലെ വന്നത്. ഇന്നലെ പുള്ളിയും സംഭവിച്ചു, അടിപൊളിയായിരിക്കുന്നു. കാരണം അപ്പൊ പുള്ളി എന്നോട് അന്നേരം ചോദിച്ചു, അത് ഞാനിത് കൊണ്ടുവരാൻ താമസിച്ചതേ മറ്റേത് ചെയ്തു കൊടുത്തതിന്റെ അടിയിൽ ഒത്തിരി ബാഡ് കമന്റ്സ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇത് കുഴപ്പമാണെന്ന് ഓർത്താണ് ഞാൻ കൊണ്ടുവരാതിരുന്നത്. പിന്നീട് എനിക്ക് കണ്ടപ്പം ഞാൻ കമന്റ്സ് നോട്ട് ചെയ്ത് മനസ്സിലായി ഇത് ഒരു മെക്കാനിക്കുകളാണ് ഇത് ഇരുന്നത്. കാരണം ഇവർ വലിയ ഹോം തിയേറ്ററുകളാണെന്ന് പറഞ്ഞ് ഈ പെട്ടി പോലത്തെ വലിയ ഹോം തിയേറ്റർ 20,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നവരാണ്. അവരുടെ ബിസിനസ് നിന്നു ഇത് വന്നതോടുകൂടി. ഇതാ 2,000 രൂപ തൊട്ട് സാധനം അവൈലബിൾ ആണ്. നല്ല സാധനം 2,000 രൂപ, 1,500 കുറഞ്ഞതുകൊണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി 20,000 രൂപയുടെ സാധനം ആക്കി 1,500 രൂപ മേടിച്ചു പോയി മേടിച്ച് അടുത്ത സാധനം മേടിച്ചു വെക്കത്തില്ല. അപ്പൊ ആ ഒരു ട്രെൻഡിലേക്ക് വന്നു. എന്നെ ഒരിക്കലും എന്നെ ട്രോൾ ചെയ്ത ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന ഒരു പുള്ളി എന്നെ ട്രോൾ ചെയ്തു. മറ്റേ ഈ നമ്മൾ ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനോട് എനിക്ക് വെറുപ്പൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ആരെയാ ട്രോൾ ചെയ്യുന്നത്? മോഹൻലാലിനെ, മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ, അങ്ങനെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയാ ട്രോൾ ചെയ്യുന്നത്. അല്ല പിന്നെ തീരെ ലെവല് പോയ ആൾക്കാരെ, ഈ 2 ലെവലിലെ ആൾക്കാരെ. അപ്പൊ
അപ്പൊ എന്നെ ട്രോൾ ചെയ്യാൻ ഒരാൾ ഉണ്ടായല്ലോ. ഞാൻ കാശ് കൊടുത്തൊന്നും ട്രോൾ ചെയ്തതല്ല, പറഞ്ഞ മനസ്സിലായി. ആ പുള്ളി സാനിയ അപ്പാപ്പൻ എന്ന് പേരൊക്കെ ഇട്ട്, ആ സോണി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമായാലും നമ്മൾ സാനിയോ എന്ന് പേരൊക്കെ മാറ്റി അതൊരു ഇത്. പക്ഷെ ഇന്നലെ സത്യം പറഞ്ഞാൽ അവന്റെ വേറൊരു പിന്നെ കമന്റ്, അവന്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. പുള്ളി പറഞ്ഞു ഞാൻ ആമ്പിളിഫയർ ഉണ്ടാക്കി നിർത്തിയതാണ്, കാരണം വൻ നഷ്ടത്തിലാണ് ആമ്പിളിഫയർ ഉണ്ടാക്കിയപ്പോൾ പോകുന്നത്, അതുകൊണ്ട് ഒരു 3 എണ്ണം കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് പുള്ളി ഇട്ട കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ എതിര് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു മേഖലയിൽ നിന്ന് മാറേണ്ടി വരും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ അറബിക്കടലിൽ താക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും പിന്നെ കമ്പ്യൂട്ടറിനെ അക്സെപ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. ആ മാറ്റം നമ്മൾ അപ്സെറ്റ് ചെയ്യാൻ പറ്റിയല്ല. ആംപ്ലിഫയർ വലിയ AVR അതും ഇതൊക്കെ വെച്ച് വലിയ വേട്ടോണ്ടിരുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇതിപ്പോ ക്ലാസ് ഡിയിലേക്ക് പോയി, കൈവെള്ളക്കകത്തെല്ലാം സാധനമായി, എല്ലാം മൊബൈലിലായി. അതാണ് മൊബൈൽ മൊത്തം ഇതിന്റെ കൺട്രോളായി. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് അംഗീകരിക്കാതെ ഞാൻ ടി വി മാത്രം ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഓഡിയോയിലേക്ക് മാറിയതെന്ന് വെച്ചാൽ ഇന്ന് ആൾക്കാർക്ക് ടിവിയെക്കാളും ഇഷ്ടം ഓഡിയോ വന്നിരിക്കുന്നു. ടി വി ഇന്ന് ആരും കാണുന്നില്ല. ഒരു 3 മണിക്കൂർ സിനിമ ഞങ്ങൾ തന്നെ കണ്ടിട്ട് വർഷങ്ങളായി. ആരാ 3 മണിക്കൂർ സിനിമ കാണുന്നത്? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടം അനുസരിച്ച് മാറുക, സമയം അനുസരിച്ച് മാറുക. എന്താണേലും നിങ്ങൾ ഫുൾ ടൈം പ്രേക്ഷിത പ്രവർത്തനമാണ്. എവിടെയാ ഒത്തിരി അടുത്തുണ്ടോ? എത്ര നാളായിട്ട് ഈ കേരളത്തിലുള്ള? 42 വർഷമായിട്ടുള്ള. എന്നാണേലും മൈക്ക് വെച്ചിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടും, ഒരു ലോങ് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളെ കണ്ടത് ഞാനിങ്ങനെ ആലോചിക്കുക, വീഡിയോ കാണുക, ഈ കട എവിടാ ഇങ്ങനെ ഇരിക്കും. ഞാൻ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഏതൊരു വീഡിയോയുടെ ഉടനെ അതിന്റെ അടുത്ത വീഡിയോ ഞാൻ കണ്ടു, സ്ഥലം പറയുന്നത്. അപ്പൊ ഈ തറവാടെന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ഇതുണ്ടല്ലോ. ഇവിടെ നേരത്തെ ഭാഷ വന്നാൽ പണ്ട് കുറെ നാളായിട്ടുണ്ട്. ഒരു 4 മാസമായിട്ട്. അല്ല, അതിന് മുമ്പ് ഇവിടെ അതിന്റെ മണ്ടയിലുണ്ടായിരുന്നു. ഇതിന്റെ മണ്ട വേറെ, അത് വേറെ ഗ്രൂപ്പാണ്. അത് ഞാൻ ഒരു ദിവസം കണ്ട് ഞായറാഴ്ച വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദിവസം ഇങ്ങനെ അപ്പുറത്തെ പുള്ളിയാണ് ഇതിന്റെ കൊണ്ടത് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് നല്ല ഇടയില്ലേ? കാടായിട്ടൊന്നും പിന്നില്ല. പിന്നെ നമ്പർ തന്നെ അതൊക്കെ വിളിച്ചാൽ നമ്മള് അപ്പൊ എടുത്തില്ല. പിന്നെ ഉണ്ട്, പിന്നെ ആ ഹെഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ശരി. ഓക്കെ. ഇപ്പൊ ഇത് ആ പരിപാടി തീർക്കാം. അവരെ ഇവിടെ നമ്മളിപ്പോ സർവീസ് ചാർജ് മാത്രം. വയർ എത്ര? 3 മീറ്റർ വയർ അല്ലേ? ആ ഓക്കെ. 500 ഗൂഗിൾ പേ ആയിരുന്നു. ആദ്യത്തില് ഈ തട്ടുംപുറത്ത് കിടന്നോ കട്ടിക്കിലെ കിടന്നോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന മൊത്തം അവർ ഉപേക്ഷിച്ച 10 വർഷമായിട്ടൊക്കെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഇത്രയും നല്ല സൗണ്ട് കിട്ടും. ഇതിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കണ്ടോളൂ നിങ്ങൾ. ഈ ഒരു സ്പീക്കറും അത് മാത്രം വെച്ച് ഞാൻ സൗണ്ട് കേൾപ്പിക്കാം. എന്നാ വേണ്ട പൈസയൊക്കെയാണോ? ഇല്ലേ സപ്പോൾ അതാണ് അതിൻ്റെ ഇത് കണ്ടോ. ഇത് ആരോ ഇത് കണ്ടോ ഈ സൈഡിൽ എൻ്റെ പ്രോസസ്സർ IC വേറെ ടൈപ്പ് വെച്ച് സെറ്റാക്കിയതാണ് ഈ സൈഡ്. ഇതാരാ സാറിൻ്റെ? അതാരുടെ ഇത് കണ്ടില്ലേ? ഇത് ഞാനത് ആ
ഓണാവും നോക്കി അവിടെ ഡ്രൈ ഉണ്ടായിരുന്നു, അവിടെ 5 വോൾട്ട് വന്നായിരുന്നു. ആ അല്ല സാറിന് ധൃതിയില്ല, കുറച്ച് ഒന്നും കൂടെ ഒന്ന് ഇരിക്കും, ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ആ റെഡ് പോലും കത്തുന്നില്ല, സ്റ്റാൻഡ് ബൈ വരുന്നില്ലല്ലോ, അത് വരേണ്ട അത്യാവശ്യം. ഉണ്ടെന്ന് പറഞ്ഞ ആളാരാ? ഇവരാണോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? D40 പറഞ്ഞ്? ആ പറഞ്ഞു സാറേ. ആ ആ എഴുതിയോ? ആ ഫോൺ നമ്പർ എഴുതിയോ? പിന്നെ എന്നാ കംപ്ലൈന്റ് കൂടെ എഴുതി വെക്കാം. അത് ഞാൻ ചോദിച്ചു, നീ അതിപ്പോൾ എഴുതണമെന്നില്ല, ഇപ്പം അത് തീരുമാനം. ഓക്കെ, നീ ഒരു 3 പാട്ട് കഴിയുമ്പോഴല്ലേ നിൽക്കുമെന്നുണ്ട്. ഈ അഡാപ്റ്റർ കൂത്തല്ലേ, നമ്മുടെ അഡാപ്റ്റർ ഇട്ട് വെച്ച്. ഈ അഡാപ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നത്. ആ ഇപ്പോഴും ആയില്ലല്ലോ. ഇനിയുണ്ടോ? നാളെ വേണമായിരിക്കും കോഡ് വരല്ലേ? എടുത്തോ. സ്പീക്കറുണ്ട്. ആ 450 വാട്ട്സും ഉണ്ട്, 650 ഉണ്ട്, ഏത് വേണം? അല്ല, നമ്മുടെ കയ്യിൽ 90 വാട്ട്സിൻ്റെ ഉണ്ട്, 100 വാട്ട്സിൻ്റെ RMS. ആ അത് 2 ടൈപ്പും ഉണ്ട്. 450 വാട്ട്സിന് 90 വാട്ട്സ് വരും RMS, 650 വാട്ട്സിന് 100 വാട്ട്സും വരും. ഇത് രണ്ടും ആ പയനിയറാണ് വെക്കുന്നത്. ആ ഇത് രണ്ടും ആ പയനിയറിൻ്റെ ഞങ്ങൾ സാധാരണ വണ്ടിയാണ് വെക്കുന്നത്. ഇത് കട്ടർ തന്നെ. എല്ലാ സ്പീക്കറും ഈ ടൈപ്പ് വയറാണോ? ഒരു അതിൻ്റെ വയറ് വേറെ വീട്ടിലുണ്ടോ? ഇല്ല, അതിന് വേറെ കറണ്ട് കുത്തിയെടുക്കുന്നതല്ലേ. ആ അപ്പം അത് ഒരു 3 മീറ്റർ വല്ല ഇട്ടാൽ പോരെ, അടുത്തല്ലേ വെക്കുന്നത്. രണ്ടുപേരെ ഇപ്പം നമുക്ക് ക്ലിയറായിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് എനിക്ക് കിട്ടി. ഇതല്ലേ ആ കൊടുത്തേരാ, അതൊന്നും മേടിക്കണ്ട, ഒരു പൈസ പോലും മേടിക്കണ്ട. എത്ര രൂപ മേടിച്ചായിരുന്നു? ആ അതൊന്നും മേടിക്കണ്ട, നമ്മളൊന്ന് നോക്കിയെന്നല്ലേ ഉള്ളൂ. ആ ലൈറ്റൊക്കെ ഇട്ടോ, ഇനി കറണ്ട് വന്നല്ലോ, ലൈറ്റെല്ലാം ഇട്ടോ. ലൈറ്റ് ഇട്ടോ മോനെ, പോയി. ഞാൻ വെച്ചോ ആ ഇത് അതേ അവസ്ഥ. നമ്മുടെ പുതിയ ആമ്പേ കൊടുക്കാം. ആ ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം. 5 സ്പീക്കറുണ്ട്, പിന്നെ വേറെ പണിക്കൊന്നും പോകണ്ട. ഇത് കണ്ടോ ഇൻസി, ഇത് കണ്ടോ കിടക്കുന്നത്, ഇത് മൊത്തം കളാവും.
ഇത് ക്ലാവ്. ഇതൊന്നും പണിതെടുക്കാൻ പറ്റത്തേ ഇല്ല. ആ പുള്ളി ഒന്ന് കാണിച്ചു കൊടുക്കണേ. ആ സാറേ, ഇത് സാറിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെറ്റാണോ ഇത്? മൊത്തം പോയല്ലോ ഇത് കണ്ടില്ല, മൊത്തം ക്ലാവായി പോയതാണ്. ഇതിൻ്റെ നല്ല സ്പീക്കറുകളുണ്ടെങ്കിൽ നമുക്ക് ആമ്പ് കൊടുത്ത് യൂസ് ചെയ്യാം. സ്പീക്കർ ഉണ്ടായാലും ആ, കാരണം ഇതിൻ്റെ പണിയാൻ ഇനി നിന്നിട്ട് കാര്യമില്ല. ഇത് കാലഹരണപ്പെട്ട സാധനം. ഇത് മൊത്തം ഐസിയും ക്ലാവ് കയറിപ്പോയത്. ഈ ആമ്പല്ലേ കുഴപ്പമുള്ളൂ. സ്പീക്കർ നല്ലതായിരിക്കും. സ്പീക്കർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സാറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ സ്പീക്കർ? ആ, സ്പീക്കറായിട്ട് ഒരു ദിവസം വന്നാൽ മതി, ഞാൻ വേറെ ആമ്പ് സെറ്റാക്കി തരാം. കാരണം ഇതിനി പണിതിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇത് ഭയങ്കര 1000 വാട്ട്സ് കറണ്ട് എടുക്കുന്ന ട്രാൻസ്ഫോമർ ആയിരിക്കുന്നത്. വീട്ടിൽ കറണ്ട് ചാർജ് തന്നെ എത്ര രൂപ എന്ന് പറഞ്ഞാൽ. ആ, ഇന്ന് ഈക്വലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജർമ്മൻകാരൊരു സാധനം ഉണ്ടാക്കിയതാ. ഹലോ. ആ ആ ആ ഒത്തിരി ടൈപ്പുണ്ട്. അത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഞാൻ വന്നേക്കാം. ഓക്കെ. ഒരു 9,000 രൂപയൊക്കെ വരുന്നുണ്ട് ആംപ്ലിഫയറോടെ ചേർത്ത്. എല്ലാം കൂടെ ചേർത്ത് 9 രൂപ വരുന്നുണ്ട്, 8,500 വരുന്നുണ്ട്, 7,500 വരുന്നുണ്ട്. വരുന്നത് സാറിൻ്റെ നിലവിൽ സ്പീക്കർ വണ്ടിയിലുണ്ടോ? അതും കൂടെ കൊണ്ടുവരാൻ വരായിരുന്നു. കൊണ്ട് നല്ല അടിക്കട്ട് നല്ല സൂപ്പർ ആംപ്ലിഫയർ തരായിരുന്നു. ചോദിച്ചാൽ അല്ലല്ല, വലിയ കഥാപാത്രമാണ്. അതല്ല, ബാലങ്കൻ നായർ എത്ര വർഷമായി പോയി ആള് അല്ലേ? അതെ, മരിച്ചുപോയി. ബാലങ്കാരുടെ മകൻ മരിച്ചു. അതെ അതെ. ഞാൻ ചങ്ങനാശ്ശേരി. ചെറിയ ഡിസ്റ്റൻസ്. എൻ്റെ ഉപ്പാപ്പൻ ഈ വീട്ടിലുണ്ടായിരുന്നു. അല്ലല്ല, കുരീച്ചനറിയാം. ചങ്ങനാശ്ശേരി പരിചയമുണ്ടോ? ചങ്ങനാശ്ശേരിയിലെ റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു ആദ്യം പുള്ളി. സാർ പൈസയ്ക്കായിരിക്കും. തീർന്നോ? മഴയാണോ? ഇവിടെ മഴയില്ല കേട്ടോ. ആ ആ ആ ഉണ്ടോ? ഞാൻ അത്രയും കാണി ഓണാക്കി വിട്ടേ. അത് പിന്നെ കണ്ടമാനമൊന്നുമില്ല. 14 ഇഞ്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. നമ്മൾ പണി തുടങ്ങുന്നത് അങ്ങനെയാണ്. അന്ന് കമ്പനിയുണ്ട്. നമുക്കത് നോർത്ത് ഇന്ത്യക്കാർ ഈ 14 ഇഞ്ചിൻ്റെ പാർട്സ് കൊണ്ടുവന്ന് തരും. അപ്പോൾ ചെന്നൈക്ക് പോയാൽ കിട്ടും. ചെന്നൈ പോയി അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി ഈ സാധനം നമ്മൾ ട്യൂബും കിറ്റും എല്ലാം കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് തന്ന് കൊടുക്കുന്നത്. വില ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിച്ചട്ടുവിനൊക്കെ ഒന്ന് 1,500 രൂപയോ അങ്ങനെ എങ്ങാണ്ട. ട്യൂബ് ചെക്ക് ചെയ്ത് ബോഡി ചെക്ക് ചെയ്ത് തരും, ക്യാബിനൊക്കെ ചെക്ക് ചെയ്ത് തരും. അത് അസംബിൾ ചെയ്ത് കൊടുത്താൽ ചെറിയ വിലയ്ക്ക് നമുക്കൊരു ടി വി ഒരാൾക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം. ബ്രാൻഡഡ് എടുക്കുമ്പോൾ ഭയങ്കര വിലയാണ്. എഴുതി വേണം. 42 ഇഞ്ചാണെങ്കിൽ മോഡൽ നമ്പർ വായിക്കാം. LGയുടെ മോഡൽ നമ്പർ വായിച്ചേ. LGയുടെ മോഡൽ നമ്പർ വായിക്കാം. മോഡൽ നമ്പർ എടുത്തിട്ട് വിളിച്ചോ. കാൽക്കുലേറ്റർ ഇത് കിട്ടും. ആ സെറ്റപ്പ് കഴിഞ്ഞല്ലേ? മാറ്റിക്കോ. അത് കഴിഞ്ഞാലേ ഇത് മാറ്റിക്കോ.
BT ആപ്പ് ആപ്ലിക്കേഷൻ വഴി കണക്ട് ആക്കാൻ പറ്റില്ലേ? അതാക്കാം. അത് ആദ്യം BT ആപ്പ് കണക്ട് ചെയ്യും. ഇതുവരെ ഡിവൈസിനെ കണക്ട് ചെയ്യണം ആദ്യം. കാശായിട്ട് വല്ലതും അടയ്ക്കുന്നുണ്ടോ സാറേ? ഇപ്പോൾ കാശായിട്ട് വല്ലതും അടയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് കാശായിട്ട് ബില്ല് പറയാം, ടോട്ടൽ പറയാം. ഹലോ, ആ സ്പീക്കറിന് എന്നാ പറ്റി? All this time, I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. ഈ 2 സ്പീക്കർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ 850 വാട്ട്സ് മില്ലിയാമ്പിയറേ ഉള്ളൂ, പോരാ. 24 വോൾട്ടുണ്ട്. പാടുകയൊക്കെ ചെയ്യും. നമുക്ക് ഇതൊന്ന് കൊടുത്ത് നോക്കാമോ? അത് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ജോലി എടുപ്പിക്കുന്ന പോലെ ഇരിക്കും. ആണോ? ഒരു മിനിമം 5 ആമ്പിയറെങ്കിലും വേണം, ആണോ? മിനിമം. ഇത് നമ്മൾ 12 ആമ്പിയറാണ് കൊടുത്തിരിക്കുന്നത്, അത് പവർ കിട്ടാൻ വേണ്ടി. കാരണം ഇതൊരു റെക്കമെൻഡ് ചെയ്യുന്നത്, കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 24 വോൾട്ട് 12 ആമ്പിയറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞ പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബോർഡ് IC അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓഫാകുകയും നമുക്കറിയാമല്ലോ, ഫുഡ് തരാതെ ജോലി എടുപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇത് വെക്കണ്ട എന്നാണ്. ഇത് മറ്റേ ചാർജറായത്, അഡാപ്റ്ററല്ലേ ഇത്. ഇതിൻ്റെ ചാർജറല്ലേ, മറ്റേ ലാപ്ടോപ്പിൻ്റെ ചാർജറല്ലേ. ചാർജറും അഡാപ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? പവർ സപ്ലൈ ഉണ്ട്, കൊണ്ടുപോവാ. കൊള്ളാമെങ്കിൽ നമുക്ക് വെക്കാം. എന്നായിരുന്നു സാറേ, ശരിയാക്കി വെച്ചിരിക്കുന്നതാണോ? അത് മാച്ചാക്കി തന്നൂടാ. രണ്ടും കൊടുക്കാം. സ്പീക്കർ വയർ മാത്രം എടുത്ത് രണ്ടും കൂടെ ഒന്നിച്ച് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഈ വലിപ്പമുള്ള സാധനം അതപ്പോൾ അല്ലെങ്കിൽ അറിയാമെങ്കിൽ സീരിയസ് ആയിട്ട് കൊടുക്കണം. ഒരു കോയിൽ കയറി ഇറങ്ങി അടുത്ത കോയിലെ വന്ന് അടുത്തതിനകത്ത് കയറി ഇറങ്ങി, ഇങ്ങനെ സീരിയസ് ആക്കണം. സീരിയസ് ആക്കുമ്പോൾ ഇവൻ്റെ ഒരു പവർ ഇരട്ടിയാവും. ഇത് 12 ഇഞ്ച് വരെ താങ്ങും. ഇതിപ്പോൾ നമുക്ക് 6 ഇഞ്ച് 8 ഇഞ്ചൊക്കെ അല്ലേ ഉള്ളൂ, കുഞ്ഞല്ലേ. സാറേ എന്തായാലും നീളം ഇടണം. വയറ് 3 മീറ്റർ മതിയോ? സാറല്ല ഇതല്ലേ. രണ്ടുപേരും കറുത്ത് കൊടുപ്പായിരുന്നു. അത് നീ ഇട്ടോ. അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ നമുക്ക് മാക്സിമം ഇതിന്റെ മോഡലാ? TV21 എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ ഇത് TV21 ഒന്നും അല്ല. ഇത് വൈഷ് ഓഡിയോ എന്ന് പറഞ്ഞൊരു വേറൊരു കമ്പനി ഉണ്ടാക്കുന്ന TV21 കവർ നമുക്ക് ഇന്ത്യയിൽ ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. TV21 എന്ന് പറഞ്ഞ സാധനം ഈ ഇരിക്കുന്ന അതിനാണ് 1500 രൂപയുള്ളൂ. എനിക്ക് അത് പാട് വീഴാതെ കേട്ടോ. നോക്കട്ടെ ഒന്ന് അഴിച്ചു കിട്ടിയാൽ മതി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സ്പീക്കർ അടിച്ചു പോയിട്ടില്ല, ചെയ്യാം. ഇടയ്ക്കൊന്ന് വിളിച്ചോ. എന്നത്തിന് കൊടുക്കാനാ? അതില്ല, നമ്മൾ ഇതാണോ ഉദ്ദേശിക്കുക? അതില്ല. സാറെന്ന് വേണേൽ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടൈം കിട്ടിയേ എടുക്കും. 2 ആഴ്ചയൊന്നും ആക്കണ്ട. നമുക്ക് ഇന്ന് അടുത്ത ദിവസം തന്നെ ഞാനത് തുറന്ന് കിട്ടിയാൽ വന്നാലും ഞാനത് പാട് വീഴാതെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. ഓക്കെ. ഹലോ, അതെ. ഇതിങ്ങോട്ട് കണക്ട് ചെയ്തോ. അതിങ്ങോട്ട് കണക്ട് ചെയ്തോ. TV21 കണക്ട് ചെയ്തോ. പറഞ്ഞോ സാറേ, പെട്ടെന്ന് പറഞ്ഞു.
ആ ആ ഹൈ സെൻസ് ആ സബ്ബൂഫർ അവിടെ ഇരുന്നോട്ടെ, സ്പീക്കർ മാത്രം കൊടുത്താൽ മതി. അതിന് മുമ്പ് ബാറ്ററി വെച്ച് സ്പീക്കർ ചെക്ക് ചെയ്യണം. ആ അപ്പോൾ അത് പാനൽ പോയതാ സാറേ. 42 ഇഞ്ചാണോ? 42 ഇഞ്ച് ചില ആ കൊണ്ടുവരാം. ഇതിനെന്തൊരു പേരാണ് ഇത്തിരി അകലെയാണോ? അതിന് വയറുണ്ട് മോനെ. എടാ നിങ്ങൾ ഇത് പൈനിയറിൻ്റെ ഒരു പുതിയ ഡ്യുവൽ കോയിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 400 വാട്ട്സ് RMS, 1600 വാട്ട്സ് PMBO ഉള്ള സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇച്ചിരി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 100 വാട്ട്സ് കുറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് 7790 രൂപയ്ക്ക് ഈ സബ്ബൂഫർ കിട്ടും. മറ്റേ നേരത്തെ നമുക്കുണ്ടായിരുന്ന 10390 ആയിരുന്നു. ഈ 10390 ഇതിന് പകരം 100 വാട്ട്സ് കുറഞ്ഞ് ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പൈനിയറിൻ്റെ ഒരു അടിപൊളി സാധനമാണ്. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം തന്നെയാണ്. സാധനത്തിന് ക്വാളിറ്റി കുറവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എടുക്കാൻ തന്നെ ഇതുപോലെ പാടാണ്. ഇതുണ്ടോ, ഇത് ബാക്കി കാണിച്ചേ. ഇത് ചാമ്പ്യൻ സീരീസ് തന്നെയാണ്. ചാമ്പ്യൻ സീരീസിൽ 400 വാട്ട്സിൻ്റെ ഡ്യുവൽ കോയിൽ ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഞാനിപ്പം ആദ്യമായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ന്യൂ ആണെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടായാലേ വാറണ്ടി കിട്ടുള്ളേ. അവിടെ ചെന്നാൽ പിടിപ്പിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ചെയ്തോളൂ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പയ്യനാ, കുഴപ്പമില്ല. ആ ഹലോ. ആ ആ എത്ര ഇഞ്ചാ അത്? 55 ഇഞ്ചാണോ? 58 എന്നൊരു കണക്കില്ല. ആ മോഡൽ നമ്പർ ഒന്ന് വായിക്കാമോ? ആ വലിഞ്ഞ് നിൽക്കല്ലേ, ഇച്ചിരി ലൂസാക്കി ഇടണേ. അതിൻ്റെ മോഡൽ നമ്പർ ഒന്ന് വായിച്ചേ സാറ്, മോഡൽ നമ്പർ ഒന്ന് വായിച്ചേ. സീരിയൽ നമ്പർ അല്ല, മോഡൽ നമ്പർ. പെട്ടെന്ന്. അപ്പം 47 ഇഞ്ച് TV ആണോ? എത്ര നാളായതാ? സെറ്റിൻ്റെ മോഡൽ നമ്പറിനകത്ത് അതിൻ്റെ ഇഞ്ച് ഉണ്ടാവും. മോഡൽ നമ്പർ എടുത്തിട്ട് വിളിക്കാൻ പറ. ഇനി കൊണ്ടുപോവാ. ബില്ലിൽ കാണും. അതുകൊണ്ട് അടുത്ത പെട്ടി എടുത്ത് കാണിച്ചിട്ട്. ഇത് പൈനിയറിൻ്റെ ഡ്യുവൽ കോയിൽ. ഇത് കണ്ടോ, ഡ്യുവൽ കോയിൽ നമുക്ക് 10390 ഒരു മോഡലേ ഉള്ളായിരുന്നുള്ളൂ. അത് നമുക്ക് 500 വാട്ട്സ് ആയിരുന്നു അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതിന് വരുമ്പോൾ 10300 റെക്കോർഡിങ്. ആ അച്ഛനുണ്ട്. ആ അരിത്രപ്പള്ളി ഇരിപ്പുണ്ടോ ഇപ്പോൾ? ആ കൊച്ചച്ഛന്. അതെയോ? അത് മറ്റേ പുറത്തുണ്ടായിരുന്ന അച്ഛനാണോ? ജോണച്ചൻ മരിച്ചുപോയി. അപ്പോൾ അവിടെ വിശ്രമമാണോ? ആ കണക്ട് ചെയ്യാം, പിന്നെ എല്ലാത്തിലും കണക്ട് ചെയ്യാം. അവളെ നിർത്തിയിരുന്നേ, ഇനി അവളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് കിട്ടും. ആ അപ്പുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്ത് സെറ്റാക്കി തരാം. സാറിപ്പോൾ ഒരു ഓക്കെ പറഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ് പണി. മാക്സിമം 20 മിനിറ്റ് അല്ല 15 മിനിറ്റ്, അത്രേ ഉള്ളൂ. അർജുൻ എന്തി വരികയെന്ന് പറയുമ്പോൾ എന്തുണ്ടെന്ന്
എവിടെയാ സാറിൻ്റെ സ്ഥലം? സ്ഥലം വേണേൽ കൊറിയർ വിടാം. DTDC വിടാം. സാറിന് മുമ്പ് വെച്ച് തന്നെ അങ്ങ് ചെയ്തേക്കാം, എന്നിട്ട് പിന്നെ കൊറിയർ വിട്ടേക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പം USB കൊടുക്കാം, പെൻഡ്രൈവ് കൊടുക്കാം, പിന്നെ മൈക്ക് കൊടുക്കാം, ബ്ലൂടൂത്തും കൊടുക്കാം. അതുണ്ട്, വേറെ അത് ചെയ്യാം. അതില്ലായിരിക്കാം. ഭയങ്കരമായിട്ട് അത് ഈ 55 ഇഞ്ച് മറ്റേ TV 10-80,000 രൂപയ്ക്ക് മേടിക്കുന്ന സാറ് യൂട്യൂബിനകത്ത് സോണി ട്രൂ RGB TV എന്നാണ് അതിൻ്റെ റെഡ് ഗ്രീൻ ബ്ലൂ ട്രൂ RGB TV മേക്കിംഗ് വീഡിയോ ഇൻ ദ ഫാക്ടറി ഇൻ ജപ്പാൻ എന്ന് കൊടുക്കുന്നത്. അതായത് ഒരു ഗ്ലാസിൻ്റെ പൊടിയെടുത്ത് ഇത് ഉണ്ടാക്കി സാധനം എന്നാണ്. മറ്റേന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് നമുക്കൊരു കുഞ്ഞ് പണ്ടത്തെ പിക്ചറിലുണ്ടായിരുന്ന സാധനത്തിന് ഡെവലപ്പ് ചെയ്ത് മാറ്റി. പക്ഷെ അത് വളരും തോറും അത് കംപ്ലൈൻ്റാണ്. ഏറ്റവും കിട്ടുന്നത് വളരും തോറും അത് കംപ്ലൈൻറ്റാ. ഇത് സാറേ ഞാൻ ഉറപ്പൊന്നും പറയാതെ ഞാൻ നോക്കട്ടെ ചെയ്തു തരാം കേട്ടോ. കാരണം സാറ് കൊണ്ടുവന്നാൽ എഴുതി കൊടുക്കാം. സാറിന് കൊടുക്കുന്നത് നമ്മുടെ ഇതൊരു 8 ഇഞ്ച് ബൂഫറാണേ. ഞാൻ വീട്ടിൽ നിന്ന് സെറ്റിൻ്റെ എടുത്തോണ്ട് വന്നാ. പറഞ്ഞു വന്നോ? ഒന്നും പറയണ്ട. നമ്മളെ കാണാൻ വന്ന ആംപ്ലിഫയർ മേടിക്കാൻ വന്ന ആഷിക്ക് ഫ്രം ബച്ചുച്ചിറ, ഫ്രം ദുബായ്. വൈ ദുബായ് അല്ലേ? ഇത് മുംബൈക്ക് ഒരെണ്ണം കൊണ്ടുപോണ്ടേ? അപ്പോൾ ഇത് എല്ലാം ഓക്കെ ആയല്ലോ, പാക്ക് ചെയ്യാം. ആഷിക്ക് അപ്പോൾ വണ്ട് കയറുകയാണ് ഈ ടി വിക്കകത്ത്. മൊത്തം വണ്ട്, മുഗ്ലി വണ്ട് എന്നൊക്കെ പറയും. എന്നാ വണ്ട് എന്നാടാ അതിന് പറയുന്നതിനൊക്കെ? മറ്റേ വണ്ടിന് പറയുന്നു ചെള്ളെന്ന് പറയും. ഞങ്ങൾ ചെള്ള് വേറൊരു സാധനമുണ്ട്, പ്രത്യേകിച്ച് മണമുള്ള വേറൊരു ഐറ്റം ഉണ്ട്, അത് ചെള്ള്. ഇത് മുഗ്ലി വണ്ടാണ്. ഇത് റബ്ബർ തോട്ടത്തിലെല്ലാം ഇഷ്ടം പോലെ ഉള്ളതാണ്. അത് കയറി പവർ സപ്ലൈ ഷോർട്ടായതാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓണായി കാണിക്കാം. ഇതുണ്ട്, സെറ്റ് ഓണായിട്ടുണ്ട്. പാനലിൽ ഡിസ്പ്ലേ ഇതുണ്ട് വന്നിട്ടുണ്ട്. AV വന്ന് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചെള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ TV കംപ്ലൈൻ്റ് ആക്കി കളയും. അത് നമ്മൾ ശ്രദ്ധിക്കുക. TVയുടെ ആകെ കണ്ടോ, ഇത് പവർ സപ്ലൈ, ഇത് മദർ ബോർഡ്. സാംസങ്ങിൻ്റെ 32 ഇഞ്ച് TV ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള TV ആണ്. പക്ഷേ നല്ല TV ആണ്. അപ്പോൾ നമുക്ക് TV അടയ്ക്കാം. ഓക്കെ, ഇനി കവറിട്ട് സ്ക്രൂ ഇട്ടു. അയ്യോ, ഇതിനകത്ത് കണ്ടോ ഇരിക്കുന്നത് മൊത്തം. ആരാ ഓടിപ്പോയില്ലേ? തുറന്നേ, ഇവിടെ വെച്ച് തുറന്നേ. ഇതയച്ചേ, ഈ ബോർഡ് അയച്ചേ.
ഹായ് ഫ്രണ്ട്സ്, വണ്ടി പഞ്ചറായെന്ന് വന്നു, കാറ്റ് ചെക്ക് ചെയ്യുകയാണ്. ഇതിനായിട്ടാണോ പോത്തുമുട്ടിൽ JJ ടയർ സർവീസ്. അതെ, സർവീസുകാർ വന്ന് വണ്ടി പഞ്ചറായാൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. അതിനും കാറ്റ് കുറവുണ്ടോ? അപ്പൊ അതിനാണോ കുഴപ്പം? അല്ല, രണ്ടിനും അതിനും ഉണ്ട് കുറവ്. മുപ്പത്തെട്ടാ ഏ 38 ടയറിന് വെക്കുന്നത്. ഫ്രണ്ട് ടയർ 38. 35 മതി. 35 മതി. 35 മതി. 35 36 അടിച്ചു. 36 വേണ്ട. 35 മതി. ഇലക്ട്രിക് അല്ലേ, അതിനത് മതി. രണ്ട് എഞ്ചിൻ ഇല്ലല്ലോ. എത്രയായി? 35. 35 36 കിടക്കട്ടെ, കുറയണ്ട, കൂടി കിടന്നോട്ടെ. ഇവിടെ അലൈൻമെന്റ് പരിപാടി ഒന്നും അല്ലേ? അപ്പം അടിച്ചു കൊടുക്കും. അതിനും കുറവുണ്ടല്ലേ? രണ്ട് ടയറിനും കുറവാ. ഈ കട്ടർ ചാടി അങ്ങനെ കുറയും. ആ, ഇന്ന് ഞങ്ങളൊരു അവരുടെ അടുത്ത് കൊണ്ട് ഇട്ടായിരുന്നു. അവിടെ കുറച്ച് പണിയൊക്കെ നടന്ന സ്ഥലം. ഇനി അവിടുന്ന് വല്ല ആണിയും കയറുന്നതാണോ? ആണി കയറി നമുക്കറിയാം. ഇത് ടയറിൽ ആണിയിരിക്കും. അകത്തോട്ട് കയറിപ്പോയാലോ? ഇല്ല, അങ്ങനെ കയറിപ്പോകത്തില്ല. ആ, അതോട് കയറി നമുക്ക് അറിയാം. ബാക്കിലൂടെ ഒന്ന് നോക്കിയാൽ എന്നാണ് ഇത്രമായത്. വായിക്കലും കുറവാണ്. എല്ലാ ടയറിനും കുറഞ്ഞു. എത്രയുണ്ട് അതിന്? അതിന് 27. ആ, അതാ ഒരു 35 അല്ലേ എല്ലാം അടിച്ചിരിക്കുന്നു. 35 വേണം. എനിക്ക് വണ്ടി എടുത്തപ്പോഴും ഒരു 700 രൂപ ഫീൽ ചെയ്തത്. നമുക്കൊരു എന്നാ അറിയാലോ, ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് കറങ്ങിപ്പോകും അല്ലേ? ചൂടും മഴയും അത് നല്ല കുറവാണല്ലോ. രണ്ടാഴ്ച ആയിരുന്നല്ലോ നോക്കിയിട്ട്. ലീക്കൊന്നും ഇല്ലല്ലേ അല്ലേ? അപ്പുറത്തെ അടിച്ചേരാം. ഈ മുടിയാനായിട്ട് അതാണെങ്കിൽ എല്ലാ ടയറിൻ്റെയും കുറഞ്ഞു അല്ലേ? വണ്ടിയിൽ ഒരു ശ്രദ്ധയുമില്ല, അതാണ് കുഴപ്പം. കർണാടക നാല് ടയറും കുറവായിരുന്നു അല്ലേ? അന്നേ ഇറങ്ങുന്ന അനുസരിച്ച്